എന്നാലും ഈ പിള്ളേരെ വിളയ്ക്കാന്നൊക്കെ പറഞ്ഞ പിള്ളേരെ വിളയ്ക്കാം, അതും ഫ്രണ്ട് ബെഞ്ച്, മീനാക്ഷിയുടെ ബെഞ്ച്. പക്ഷെ എന്നെ സെക്കൻഡ് ലീഡർ ആക്കണം. അതൊന്നും പറ്റൂല, ഞാനാണ് സെക്കൻഡ് ലീഡർ. എങ്ങനെ? അപ്പൊ ഞാനാ അതവിടെ നിന്നും പോയി അവന്റെ ഒരു കെണി. അപ്പൊ ശരി എന്നാ ഞാൻ പോട്ടെ. പറഞ്ഞിട്ട് പോടാ പ്ലീസ്. അപ്പോ ആദ്യ ഭാഗത്തിൽ നമ്മൾ നോക്കുന്നത് ഒരു കത്താണ്, നിർമ്മല മീനയ്ക്ക് എഴുതുന്ന കത്ത്. രണ്ടാം ഭാഗത്തിൽ അവർ തമ്മിലുള്ള ഫോൺ സംഭാഷണം. മൂന്നാം ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് കഥ. അപ്പൊ നമുക്ക് ആദ്യം കത്ത് നോക്കാം. മേ ഉസ്കി വർഷകാണ്ട് മനാരഹി ഹു. വർഷകാണ്ട്, വർഷകാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മീനാക്ഷി പറയും. ഭഗവാൻ. അച്ഛാ ഇരിക്കൂ. അപ്പോ വർഷകാണ്ടെന്ന് പറഞ്ഞാൽ എവിടെ? ജന്മദിൻ. ഇപ്പൊ പോയി ചോദിക്കാൻ പറ്റിയ അവസരമാണ്. ഇപ്പൊ പറയണോ? വൈകുന്നേരം പോകുമ്പോ പറഞ്ഞ പോലെ. അയ്യാ, ഐ ലവ് യു പറയണ കാര്യമല്ല, ഓട്ടോ വയ്ക്കണ കാര്യമാണ് പറയാൻ പറഞ്ഞ. യവൻ പറയോടി. പറയുവായിരിക്കും. ഏട്ടാ എന്താ നീനല്ലേ പോടാ. ദാണ്ടെ ഇന്ന് ഇന്റർവെൽ ഗ്രൗണ്ടിൽ അടി. പോയേ. അപ്പം ഇനി അടി സീൻ. നടക്കൂടെ? ഞങ്ങളുടെ കോട്ടയ്ക്കുള്ളിൽ കടന്നു വന്നിട്ട് ഒരു തരി മണ്ണ് സ്വന്തമാക്കാന്നുള്ള ചിന്ത പോലും ഈ സ്കൂളിൽ ആർക്കും ഉണ്ടായിട്ടില്ല. ഇത്രയും വർഷം എന്നിട്ട് താനും തണലുമായ എന്നോട് സ്വന്തം ഡസ്റ്റ് ആടാ നീട്ട് അടിച്ചോണ്ട് പോയത്. തണല്ലേ ഏട്ടോ അടിച്ചു കൊല്ലാമാരെ. നമ്മുടെ ഡെസ്ക് തൊടാൻ മുതിർന്ന കൈകൾ നമ്മളങ്ങ് എടുക്കുക. എന്നാ വാടാ വന്നേട്. നേരെ വേടാ.